ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ വിശേഷമൊന്നും ഇല്ല. നമ്മളത് വിശേഷമുള്ളടത്തേക്ക് പോവുകയാണ്. അതെല്ലാവർക്കും സ്വാഗതം കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞേ ഇന്നലെ പോകുവാണ് പറഞ്ഞ നിലമ്പൂരിക്ക് പോവുകയാണ്. അപ്പോൾ വന്നിട്ട് കിടന്നു കുറച്ച് നേരം. എന്നിട്ട് ഇങ്ങനെ കുറേ നേരം കിടന്ന കുറച്ച് നേരം കിടന്നു. അപ്പോൾ കക്കൂസ് പോയി പുറപ്പെടു കുട്ടി പുറപ്പെടേ. ഇനി വെച്ചിട്ടറിയില്ല റോഡ് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞ കേട്ടോ. രാജൊക്കെ പണിക്ക് ഇന്നാലും പോയിട്ടുണ്ട്. പണി മാറ്റി വേഗം പോവാച്ചിട്ട് 6 മണിക്ക് 5 മണിക്ക് നീ പാല് കാച്ചേ. ഞാൻ പാല് കാച്ചിട്ട് അടിച്ചോര് ഞാൻ പുറപ്പെട്ടിരിക്കാം. അമ്മൂന്റെ മുടിയിട്ട് ഒന്നും ഇല്ല. ഇവര് അച്ഛൻ വന്നാണ് ചീത്ത രണ്ട് കേട്ടാനിരിക്കും. എല്ലാരും മണ്ടും, ഞാനടക്കം മണ്ടും. കണ്ട് ചീത്ത കതിട്ടോ. അപ്പൊ ആല കൊണ്ടുവച്ച ഇനിയിപ്പോ നമ്മളെ കോഴികളൊക്കെ കിട്ടില്ല. ഇതിലൊക്കെ എവിടെയൊക്കെയോ ആണ്. ഒക്കേനെ പിടിച്ചിടണം. പിടിച്ചിടോ? അപ്പൊ തന്നെ പാലുണ്ടതേ. അപ്പൊ ഞാൻ പറഞ്ഞേ ഇപ്പൊ ഇത് കാച്ചും വേണം പറയുമ്പോ ഇപ്പൊ ഞാൻ കാച്ചും വേണോ എന്ന് അപ്പോസ് വെക്കുക. എന്താ വെച്ചാ പാത്രങ്ങൾ അങ്ങനെ കഴിഞ്ഞു. കുറച്ച് ചോറുണ്ടായി. ചോറിനില്ലട്ട കറി കഴിഞ്ഞു. ഇനി ഇവിടെയൊക്കെ നഖ അടിച്ചു വരിക, ഡ്രസ്സ് ഇടുക. അത്ര നല്ല തലവേദന. തലേനെ വെട്ടി പൊളിയുന്നുണ്ട് കേട്ടോ. തല പൊളിയുമ്പോൾ ഇങ്ങനെ വേദനയ്ക്ക് നമുക്കൊരു സുഖം കിട്ടണില്ല. തലയ്ക്ക് ഒരുമാതിരി ഒരു വേദന മൊത്തം. അപ്പോൾ പുറപ്പെടെ രാവിലെ വന്നാൽ കുളിക്കുക പോവുക. അത്ര തന്നെ. ഞാൻ അവിടെ എത്തിയിട്ട് പറ്റണ പോലെയൊക്കെ വിശേഷങ്ങൾ. അവിടെ പോയപ്പോൾ നമുക്ക് എന്തായാലും കൊടുക്കാം അല്ലേ. മഴ ഇപ്പം കുറച്ചൊരു കമ്മിയിട്ട് കേട്ടോ. കണ്ടോ ഇപ്പം മഴ ഇല്ലല്ലോ. ഇല്ലപ്പോൾ കുറച്ച് വെയിലൊക്കെ വരുന്നുണ്ടല്ലേ. ഇപ്പം വെയിലും കാര്യമൊക്കെ വരുന്നുണ്ട്. പിന്നെ മുളക് കണ്ടില്ലേ നന്നായിട്ട് ആ വെയിലും കിട്ടുന്ന വരുന്നുണ്ട്. അപ്പം ഇനി ചായ ഒരുപാട് ഉണ്ടായി കുടിച്ചു കട്ട. ഇനിയിപ്പോൾ നിങ്ങളുണ്ട്. നാളെ ഈ നേരം ആകുമ്പോഴേക്കും നമ്മളിവിടെ തിരിച്ചെത്തും കേട്ടോ. നാളെ ഈ നേരം ആകുമ്പോഴേക്കും എത്തും. 5 മണിക്ക് ആകുമ്പോഴേക്കും എത്തും നമ്മൾ ചെന്ന ട്രെയിനിന് പോരാണെങ്കിൽ. അപ്പോൾ നാളെ അമ്മയും ഇളയച്ചൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേക്കാണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ പോകും. കുറച്ച് പലഹാരമൊക്കെ ഇന്നലെ മേടിച്ച് വെച്ചിട്ട് രാജേട്ടനൊക്കെ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെന്താ കാണിക്കണം അവിടെ പോയിട്ട് കാണിക്കാൻ നമുക്ക്. അപ്പോൾ അങ്ങനെ കുറച്ചിട്ട ഒരുപാടൊന്നുമില്ല. ലഡു, ജിലേബി, ഒരു കേക്ക്, ഒരു തരം മിച്ചർ അങ്ങനെയൊക്കെ മേടിച്ചിട്ടാ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ട് ഏറ്റി പോകണ്ടേ. ഡ്രസ്സുകൾ കുറച്ചൊക്കെ ഞാൻ കവറിൽ ഞാൻ എടുത്തിട്ടില്ല. ഞാനവിടെ പോയിട്ട് നായയുടെ ഏതെങ്കിലും ഡ്രസ്സ് രാശി നിൽക്കുക കേട്ടോ. എനിക്ക് ഏത് കയറ്റിയിട്ട് ഇങ്ങനെ പിടിച്ചു പോകണ്ടേ. ബസ്സിൽ ട്രെയിൻ എന്താ പറയുക ട്രെയിനാണ് എങ്കിലും അവിടെ നേട്ടം വരുന്നുണ്ടാവും ഓട്ടോറിക്ഷയിൽ. ഈ മഴയായിട്ടൊരു മടിയാണ്. അപ്പോസ് ഇനി അവിടെ പോയിട്ടാവും ഓർക്കുക. ഒന്നും വെച്ചിട്ടില്ല, അതൊന്നും വെച്ചിട്ടില്ല. എനിക്കിപ്പോ ഒന്നും കൂടെ തേക്കില്ലേ, അതുകൊണ്ടാണ് വെക്കാന്. ഞാൻ ചെയ്യും പോന്ന് അച്ഛനൊന്ന് ഞാൻ പറക്കും. എന്നിട്ടേ അപ്പൊ എന്താന്ന് വെച്ചാല് പാല് കാച്ചി കഴിഞ്ഞു. ഇതൊക്കെ വേഗം കുടിച്ചോളും. അവരിതൊന്നും കുടിക്കുന്നുണ്ടാവില്ല. പക്ഷെ കുടിപ്പിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോകുള്ളൂ. കാരണം ഇനിയിപ്പോ അത് ഇങ്ങനെ വെച്ചാലേ ശരിയാവില്ല. എല്ലാവർക്കും അവിടെ കുടിച്ചാലേ കൊണ്ടുപോകുള്ളൂ. ചായക്ക് പകരം ഇതാണ് കൊടുക്കുക എല്ലാവർക്കും. ഇനി ഇതും കൂടെ കഴുകി വെച്ചാല് നാളെ വരുമ്പോ വലിയ പണി ഉണ്ടാവില്ല. ഇവിടെ മാറാൻ പോകുമ്പോൾ പോയിക്കോട്ടെ. അപ്പൊ ഞങ്ങളിനി ഡ്രസ്സൊക്കെ മാറ്റട്ടെ. ഒന്ന് പുറപ്പെട്ട് കാണിക്കാട്ടോ. ചെറുകര അറിയില്ലേ വീട്ടിൽ നിന്ന് പിന്നെ കൂടുതലായിട്ടൊക്കെ വരില്ല. കോഴികളെ പിടിച്ചിരുന്ന തിരക്കൊക്കെ പാടിയപ്പോഴേ രാവിലെ മിഠായി അടിക്കുമ്പോൾ പോയിട്ടുണ്ടാവില്ല. നിങ്ങളോട് പോകണം കേട്ടോ. മഴ ഇപ്പം നിന്നിട്ടില്ല. എന്താ അവരൊക്കെ ആൾക്കാരുണ്ട് കുറച്ച്. വാണിമ്പലത്ത് എത്തിയിട്ടുള്ളൂ അല്ലേ. അത് വരാ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കാണാൻ കേട്ടോ. കാഴ്ചകളൊന്നും കാണാൻ. ചായ വേണ്ട പറഞ്ഞ പാല് അങ്ങനെ തന്നെ എടുത്ത് വെച്ചു. ആർക്കും വേണ്ട ഇപ്പൊ ചായ. സമയം ഇപ്പൊ 7 മണി എത്രയായി? 7:30 8 മണിക്കായി. അപ്പൊ നയന സ്പെഷ്യൽ ചിക്കൻ കറി അല്ലേ. ചിക്കൻ കറി ഉണ്ടാക്കാം. എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടപ്പെടും. അതൊന്നും പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ അർജന്റീന ഫാൻസൊക്കെ കണ്ടിട്ടോ അവിടെ. പറ ഇന്ന് കണ്ടില്ല ഞാൻ. എന്താ അപ്പൊ മേടിക്കാനുള്ള
കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളൊക്കെ ഒരു ടീമാണ്. അമ്മോ അപ്പോ സ്വത്തട്ടൻ അവരൊക്കെ വേറെ ടീമാട്ടാ. ഞങ്ങളൊക്കെ ഒരു ടീമാണ്. ഞങ്ങൾ കപ്പ് മേടിച്ചിരിക്കും അല്ലേ? നമ്മുടെ കുഞ്ഞാവ കേട്ടാ പണിയെടുപ്പിക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടൊക്കെ ഇങ്ങനെ പറയാട്ടാ. അതെ. അപ്പൊ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിച്ചു. അളിയനളിയനോട് വർത്താനം പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കുകയാണ്. മക്കൾസൊക്കെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നീറ്റ് ഓടി ക്യാമറ കണ്ടപ്പോ ഓടി ചെറുതൊക്കെയാണ്. അപ്പൊ കുറച്ചു നേരം വർത്താനം പറയട്ടെ അല്ലേ? നാളെ ഇവിടൊക്കെ വരും. രഞ്ജിത്തൊക്കെ നാളെ വരുന്നു പറഞ്ഞിട്ട് വന്നിട്ട് അവൻ കാണിക്കാട്ടോ. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ വർത്താനം പറഞ്ഞിട്ട് കഴിക്കുമ്പോ കാണിക്കാട്ടോ. അച്ഛനെ ചായ പപ്പുട്ടി എന്തോ കാട്ടിയിട്ടോ. അപ്പൊ ഞങ്ങള് ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒക്കെ ഉണ്ട്. മക്കൾസിന്റെ കഴിഞ്ഞു കേട്ടോ. മക്കള് കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചോറ്, ചിക്കൻ കറി, പിന്നെ പൊറോട്ടയും കിട്ടും. പൊറോട്ടയും പത്തിരി ഉണ്ട്. പത്തിരി കുറച്ചൊന്നും പൊറോട്ട ഉണ്ട് കേട്ടോ. രാത്രി ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ കറി കൊടുത്ത് കഴിക്കാൻ വെച്ചിട്ടാണ് വരട്ടെ. കുടിക്കാം. പൊറോട്ടയും പത്തിരി ഇതിലുണ്ട്. ചോറുണ്ട് കേട്ടോ. ചൂട് ചോറ്. രാജാവിന് ചോറ് വേണ്ട വെച്ചിട്ടേ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് സമയം 10 മണി ആയി. 10 കഴിച്ചാൽ ഉള്ളിയൊക്കെ ഉണ്ടാകുന്നേ. യെസ്. ഞാൻ അവിടത്തെ പോരായിട്ട് ഇവിടെ വന്നപ്പോ ഇവിടെ വന്നിട്ട് കോഴി കാട്ടാച്ചിട്ടുണ്ട്. നാളെ കുറച്ചുകൂടെ കാട്ടാറുണ്ട്. നാളെ ഉച്ചവരെ കോട വരെ കാട്ടണം അല്ലേ? അപ്പൊ എനിക്ക് കേട്ടോ അതിന് വന്നിട്ടില്ല. ഏട്ടനൊക്കെ വരുന്നുള്ളൂ. ശരിക്കേ വയറോട്ട് ഒന്ന് നോക്കാം. പൊറോട്ടയും കാണാം എത്തിയിട്ടില്ല. മക്കൾക്ക് കഴിച്ചു കേട്ടോ. കുറേ നേരം വർത്താനം പറഞ്ഞ് കുറേ ചിരിച്ചു. ഞാൻ വന്ന പൊട്ടത്തരം മാത്രമേ പറയുള്ളൂ അല്ലേ? അതെ. അങ്ങനെയാണ്. ഞാൻ വേറെ സീരിയസ് ഒന്നല്ലോ. സീരിയസ് അല്ല. പൊട്ടത്തരം ഇവിടെ അങ്ങനെ നമ്മൾ കുറേ നേരം പോകും അല്ലേ? അല്ലേ? എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്ക് ഓർക്കാനുള്ള ഇതൊക്കെ ഞങ്ങൾ രണ്ടാളും ഭർത്താക്കന്മാരൊന്നും കൂടുന്നില്ല ഗൈസ്. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് അവരെ കാത്തിക്കതൊക്കെ ഇരിക്കുന്നത് കഴിക്കാൻ കേട്ടോ. ഞങ്ങളെ ക്ലോക്കില്ല അവിടെ. ഫോട്ടോ ഫോട്ടോ ഞങ്ങൾ ചോറില് കഴിഞ്ഞു. പൊറോട്ട കഴിച്ചു, പത്തിരി കഴിച്ചു. ഞാൻ പിന്നെ ചോറും കൂട്ടെ ലാസ്റ്റ് വേറെ ചോറ്. ഞാൻ രാജേട്ടൻ ചോറും. അപ്പൊ എല്ലാരും കിടക്കാൻ നിൽക്കാണ്. മക്കൾസ് എല്ലാം ചെറുതാ കിടക്കുന്നു അല്ലേ? തമ്പിളു അതില് കിടക്കാണ്. സ്വന്തത്തിനൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. രാജേട്ടനൊക്കെ അവിടെ ഉണ്ട്. അവര് ഫുട്ബോൾ കാണാണ്. ഏതോ ആരുടെയൊക്കെയോ എനിക്ക് ഒരു അർജന്റീന സ്പെയിനും അല്ല എന്താ ബ്രസീല് പോർച്ചുഗല് അത് മാത്രമേ അറിയുള്ളൂ. അതൊക്കെ തന്നെ അറിയുള്ളൂ. അപ്പൊ ആരുടെയൊക്കെയോ കളി നടക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഇന്ന് കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങള് കിടക്കാൻ നിൽക്കുന്നത്. രാവിലെ നേരത്തെ ഇരിക്കണം. അടുത്ത പരിപാടി രാവിലെ നേരത്തെ തുടങ്ങാൻ അല്ലേ? കുഞ്ഞോടെ റെസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പാവം പീഡിപ്പിക്കരുത് നിങ്ങൾ വന്നിട്ട്. അപ്പൊ നിങ്ങള് കിടക്കട്ടെ കേട്ടോ. ഗുഡ് നൈറ്റ്.